ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 20,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. 15,000 രൂപയുടെയും 20,000 രൂപയുടെയും ഇടയിൽ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള മികച്ച ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ പല ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ചെക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ലിസ്റ്റ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പം ലോവസ്റ്റ് പ്രൈസിങ്ങിൽ ഏത് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിലാണ് കണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 14,300 രൂപ പ്രൈസ് റേഞ്ചിൽ CMO ഫോൺ 1 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാക്ക് പാനലാണ് ഇതിൽ വരുന്നത്. MediaTek Dimensity 7300 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 50+ 2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 14,300 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇതല്ല എന്നുണ്ടെങ്കിൽ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് Realme Narzo 70 Turbo എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. ഇപ്പം സിമിലർ ഫീച്ചേഴ്സ് ആണ്, പക്ഷേ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫോണിന്റെ ബോക്സിൽ ചാർജറും ഉണ്ടാവും. അപ്പം ആ ഒരു ഫോൺ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. ഇതേ ഫീച്ചേഴ്സുമായിട്ട് Realme P1 സ്പീഡ് എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്, പക്ഷേ വില 17,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പം Narzo 70 Turbo എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ Realme 13+ എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഏകദേശം സിമിലർ ഫീച്ചേഴ്സ് തന്നെയാണ്, പക്ഷേ ബെറ്റർ ആയിട്ടുള്ള 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള ചാർജിംഗ് സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ 16,500 രൂപ പ്രൈസ് റേഞ്ചിൽ ആ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം ഈ ഒരു ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസോ മെയിൻ ക്യാമറ സെൻസറിൽ OSന്റെ സപ്പോർട്ടൊന്നുമില്ല. ഇപ്പോൾ റിയൽമിയുടെ ഭാഗത്ത് നിന്ന് കുറച്ചും കൂടി ഒരു ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ Realme 12+ നോക്കാവുന്നതാണ്. ഇപ്പോൾ സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്, പക്ഷേ MediaTek Dimensity 7050 എന്ന പ്രോസസ്സറേ ഇതിൽ വരുന്നുള്ളൂ. ക്യാമറയിൽ 50+ 8+ 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. OSന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ക്യാമറയിൽ OSഉം അതുപോലെ തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വേണം എന്നുണ്ടെങ്കിൽ മാത്രം. പിന്നെ 15,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ സാംസങ്ങിന്റെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ 15,300 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് M35 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം ഇതിന് 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. Exynosന്റെ 1380 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+ 8+ 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. 6000 mAh ബാറ്ററി 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 15,300 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ വളരെ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ ലാവ ബ്ലേസ് കർവ് 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം ഇതിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എടുത്തു വരേണ്ട കാര്യം കേർവ്ഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. MediaTek Dimensity 7050 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 64+ 8+ 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ കേർവ്ഡ് ഡിസ്പ്ലേ വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് 2 ഡിസ്പ്ലേ ഉള്ള ഫോൺ വേണം എന്നുണ്ടെങ്കിൽ 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ ലാവ ബ്ലേസ് ഡുവോ എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞപ്പോൾ സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്, പക്ഷേ ഫോണിന്റെ ബാക്കിൽ 1.58 ഇഞ്ചിന്റെ ഒരു HD+ AMOLED ഡിസ്പ്ലേയും കൂടി വരുന്നുണ്ട്. പിന്നെ MediaTek Dimensity 7025 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 64+ 2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ബാറ്ററി സെറ്റപ്പുമാണ് വരുന്നത്. ഈ ഒരു ഫോൺ 17,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഫോൺ ഡ്യുവൽ ഡിസ്പ്ലേ വേണം എന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ലാണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ 16,600 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം Vivo T3 എന്നുള്ള സ്മാർട്ട് ഫോൺ കിട്ടുന്നുണ്ട്. അത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം ഇതിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTek Dimensity 7200 എന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ വരുന്നുണ്ട്. 50+ 2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 5000 mAh ബാറ്ററി 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. Vivo T3 എന്നുള്ള സ്മാർട്ട് ഫോൺ 16,600 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ഇതേ ഫീച്ചേഴ്സുമായിട്ട് iQOO Z9 എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്, പക്ഷേ വില 18,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് മോട്ടോറോളയുടെ തന്നെ ഒരു ഫോൺ വേണം നിർബന്ധമാണെന്നുണ്ടെങ്കിൽ Moto G85 5G എന്ന സ്മാർട്ട് ഫോൺ 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. ഈ ഒരു ഫോണിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. Snapdragon 6s Gen 3 എന്ന പ്രോസസ്സറേ വരുന്നുള്ളൂ. 50+ 8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം.
പിന്നെ OnePlusന്റെ ഫോൺ നിർബന്ധമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ OnePlus Nord C4 Lite എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ OnePlusന്റെ ഫോൺ വേണം എന്ന് നിർബന്ധമാണെങ്കിൽ മാത്രം ഈ ഫോൺ എടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പും ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേയാണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5110 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. 17,300 രൂപ പ്രൈസ് റേഞ്ചിൽ OnePlusന്റെ തന്നെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാം എന്നേ ഉള്ളൂ. പിന്നെ സാംസങ്ങിന്റെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ സാംസങ് F55 5G എന്ന സ്മാർട്ട് ഫോൺ 17,100 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററി 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 17,100 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ X6 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. 6.6 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റും 12-bit ഡിസ്പ്ലേയും ഡോൾബി വിഷന്റെ സപ്പോർട്ടും ഒക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 64+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് റെഡ്മി നോട്ട് 13 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഏകദേശം സിമിലർ ഫീച്ചേഴ്സ് ആണ്. പക്ഷേ മെയിൻ ക്യാമറ സെൻസർ ഇതിൽ 200 മെഗാ പിക്സൽ വരുന്നുണ്ട്. അപ്പോൾ 18,400 രൂപ പ്രൈസ് റേഞ്ചിൽ അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ റിയൽമിയുടെ ഭാഗത്ത് നിന്ന് കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി P2 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 18,700 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5200 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 18,700 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഇനി ഐക്യൂയുടെ ഭാഗത്ത് നിന്ന് കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ iQOO Z7 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. ഇതിൽ 6.78 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7200 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 64+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4600 mAh ബാറ്ററിയും 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 18,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തതിൽ 20,000 രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില നല്ല ഫോണുകൾ. അപ്പം ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ CMO ഫോൺ 1 അല്ല എന്നുണ്ടെങ്കിൽ റിയൽമി നാർസോ 70 ടെർബോ എന്നീ ഫോണുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തേക്കാം. ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ ഞാൻ വിവോ T3 എന്നുള്ള സ്മാർട്ട് ഫോണും സെലക്ട് ചെയ്തേക്കാം. പിന്നെ റെഡ്മി നോട്ട് 13 പ്രോയും ഞാൻ സെലക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഫോണാണ്. കർവ്ഡ് ഡിസ്പ്ലേ വേണമെന്നുണ്ടെങ്കിൽ iQOO Z7 Pro 5G എന്ന സ്മാർട്ട് ഫോണും ഞാൻ സെലക്ട് ചെയ്തേക്കാം. അപ്പം ഇതാണ് എൻ്റെ ഒരു ലിസ്റ്റ്. ഇതുപോലെ നിങ്ങൾക്കും ഒരു ലിസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ ലിസ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.